CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണയുടെ കരാറുമായി അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ളതും മറ്റു ISL അപ്ഡേറ്റുകളുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നത് അഥവാ ഒരു അപ്ഡേറ്റ് എന്നത് അഡ്രിയാൻ ലൂണയെ കുറിച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരം അഥവാ ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു താരമാണ് അഡ്രിയാൻ ലൂണ എന്ന സൂപ്പർ താരം. ഏതായാലും താരത്തിന്റെ കോൺട്രാക്ട് ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി അവസാനിക്കുന്നതാണ്. അതേസമയം ഇനി അടുത്ത വർഷവും അഥവാ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ അഡ്രിയാൻ ലൂണ തുടരുമോ എന്ന ആകാംക്ഷയിലാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും. ഇതിനിടയിൽ താരം മുംബൈയിലേക്ക് ചേക്കേറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു റിപ്പോർട്ടുകൾക്കെല്ലാം തന്നെ അന്ത്യം കുറിച്ചുകൊണ്ട് നിലവിൽ ഇപ്പോൾ അഡ്രിയാൻ ലൂണയുടെ കോൺട്രാക്റ്റുമായി അനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും അഡ്രിയാൻ ലൂണയെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരം ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഏതായാലും ആ ഒരു റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നെടുന്തൂണായ അഥവാ ഉറുഗ്വൻ സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സുമായുള്ള വിപുലമായ ചർച്ചയ്ക്ക് ശേഷം 2 വർഷത്തെ കരാറിൽ വീണ്ടും ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2026 വരെ നമുക്ക് അഡ്രിയാൻ ലൂണയെ ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഈ ഒരു റിപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സന്തോഷം നൽകുന്നതാണ്. കാരണം എന്താണ് എന്ന് വെച്ചാൽ ഈ ഒരു സീസണിന്റെ തുടക്കത്തിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ അഡ്രിയാൻ ലൂണയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പ്ലേ ഓഫിലേക്ക് കടക്കുകയാണെങ്കിൽ പ്ലേ ഓഫിലെ മത്സരങ്ങളെല്ലാം കളിക്കാൻ അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവുമെന്നുള്ള ചെറിയ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും നിലവിൽ ലൂണയുടെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കിയിട്ടുണ്ട്. അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന്റെയും കൂടാതെ തന്നെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ മാർക്കോ ലെസ്കോവിച്ചിന്റെയും കരാർ പുതുക്കുന്നതിന്റെ കാര്യത്തിൽ ഇതുവരെ ആയിട്ടും ഒരു വ്യക്തമായ തെളിവ് പോലും പുറത്തേക്ക് വന്നിട്ടില്ല. ഏതായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇനി നമുക്ക് അടുത്തൊരു അപ്ഡേറ്റിലേക്ക് കടക്കാം. ISL ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നൊരു ഇൻസ്റ്റഗ്രാം പേജ് ഇപ്പോൾ ഒരു സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും കൂടാതെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെയും മാനേജറായിരുന്ന കിബു വിക്കുന്ന വീണ്ടും ISLിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും നിലവിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ISL ഇന്റർനാഷണൽ ബ്രേക്കിലാണ്. ഏതായാലും ഈ ഒരു ബ്രേക്ക് അവസാനിച്ചാലുള്ള ആദ്യത്തെ കളി എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടേതാണ്. അതും ഈ മാസം 30-ാം തീയതിയാണ്. അതും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്നത് ജംഷഡ്പൂർ FC ആണ്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കെതിരെ ജംഷഡ്പൂർ എഫ്സിയുടെ സൂപ്പർ താരമായ ചീമ കളിക്കില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഏത് വിധേനയും ഈ ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ പ്ലേ ഓഫിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി കടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.